പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കുന്ന നാമത്തിലെ സ്നേഹത്തെ എല്ലാ ദൈവക്കും അറിയിക്കുന്നു. എന്നെ ഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവങ്ങൾ ഷെയർ എൻ്റെ ഹൃദയത്തിലെ കർത്താവ് തന്ന ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടെ കടന്നു വരുന്നൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമുണ്ടോ അല്ലേ? ഞാനായാലും നിങ്ങളായാലും ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുകയും അല്ലെങ്കിൽ ഹൃദയത്തിൽ ചിന്തിക്കുകയും ചെയ്തൊരു കാര്യമാണ്, ശരിക്കും ദൈവമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തെ എന്താ ഒന്ന് മാറ്റാത്തത്, എൻ്റെ ജീവിതത്തിൽ എന്താ ഒന്ന് അനുഗ്രഹം പ്രാപിക്കാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിക്കാത്ത ഒരു വ്യക്തി ജീവിതങ്ങൾ പോലുമില്ല. പക്ഷെ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയെ, ഇപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥകളെ കണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ അല്ലെ, നമ്മൾ വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ പേർ ചൊല്ലി വിളിച്ച ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ആ വചനത്തിന്റെ ബേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യം, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ വളരെ മോശമായിരിക്കാം, അല്ലെങ്കിൽ വളരെ കഷ്ടത നിറഞ്ഞതായിരിക്കാം, ചില പ്രതിസന്ധികൾക്ക് നടുവിലായിരിക്കാം. പക്ഷേ അതിന്റെ സ്ഥിതിഗതികളെ മാറി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ജീവിതം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി തരാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തി മാനിക്കും. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിനെ പറ്റി ഒരു വാക്ക് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാലോ, നമ്മുടെ പിതാവ് ദൈവം ഈ തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ച് അല്ലെ 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയ ഒരു പിതാവിനെയാണ്, ദൈവത്തെയാണ് നമ്മൾ അപ്പനായിട്ട് സ്വീകരിക്കുകയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നതിന് മുമ്പേയും ഉയർത്തെഴുന്നേക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതം പ്രവചിച്ചിരുന്നു. ഇത് സംഭവിക്കും, ഇങ്ങനെ കാര്യങ്ങൾ പോകും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും, എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞ് എവരിതിങ്സ് അല്ലെ, എല്ലാ കാര്യവും പ്രവചിച്ചിട്ടാണ് പിതാവ് താൻ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയത്. അപ്പോൾ തന്നെ നമ്മുടെ പിതാവിൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തിൽ ആരും ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചിട്ടില്ല, കറക്റ്റായിട്ട് പ്രവചിച്ചിട്ടില്ല. പ്രവചിച്ചത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രവചിച്ചു, അത് കാണിച്ചു, അത് തന്നെ ജീവിതത്തിൽ വന്ന് അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെയുള്ള പിതാവിനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്വീകരിച്ച് വിളിക്കുന്നതെങ്കിൽ, ദൈവമക്കളെ, സ്വന്തം ജീവിതം പ്രവചിച്ച നമ്മുടെ അപ്പൻ നമ്മുടെ ജീവിതത്തെയും നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ കണ്ട് നമ്മൾ പ്രതിസന്ധികൾ കണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ വായ്ത്തത്വം കർത്താവ് തരിക തന്നെ ചെയ്യും. അദ്ദേഹം നമുക്ക് നല്ല ഗിഫ്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. അന്ന് നമ്മൾ പറയും, കർത്താവേ, അന്ന് ഞാൻ ചോദിച്ച ചോദ്യമൊക്കെ എന്തോരം മണ്ടത്തരമായിരുന്നു, കാരണം ഇത്രയും നല്ല ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ എന്നെ ഒന്ന് സൈലന്റ് ആയിട്ട് വെച്ചതെന്ന് നമ്മൾ ദൈവത്തെ പറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന അളവുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മിറാക്കിളെ പിതാവ് ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവർക്കും അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.